50 ദിവസത്തിനപ്പുറം വളരെ സാധാരണക്കാരായ പാവപ്പെട്ട ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന ആശാവർക്കർമാരാണ് അവിടെ ഇപ്പോൾ സമരത്തിനിരിക്കുന്നത്. ഇന്നലെയൊക്കെ അവരുടെ ഒരു സമരത്തിൻ്റെ ഒരു ചിത്രം തന്നെ മറ്റൊരു തരത്തിലേക്ക് മാറി. മുടി മുണ്ഡനം ചെയ്തുകൊണ്ടുള്ള ഒരു സമര രീതിയിലേക്കൊക്കെ, തല മുണ്ഡനം ചെയ്തുകൊണ്ടുള്ള ഒരു സമര രീതിയിലേക്കൊക്കെ അവർ പോയി. സങ്കടകരമായ കാഴ്ചയാണ് അതൊക്കെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇത് പരിഹരിക്കേണ്ടതുണ്ട്. പക്ഷേ അതൊക്കെ പറയുമ്പോൾ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ അവസ്ഥ, കേന്ദ്രം ഈ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ള അവസ്ഥ, അവരുടെ നിബന്ധനകൾ, ഇതെല്ലാം വലിയ ഒരു പ്രശ്നമായി സംസ്ഥാന സർക്കാരിന് മുന്നിലുണ്ട്. സംസ്ഥാന സർക്കാർ ഇപ്പോൾ ചെയ്യേണ്ടത് ഇവരെ വിളിച്ച് ചർച്ചയ്ക്ക് വിളിക്കുക. ചർച്ചയ്ക്ക് വിളിച്ചതിന് ശേഷം എന്ത് ചെയ്യാൻ കഴിയും പരമാവധി സംസ്ഥാനത്തിന്, ആ വാഗ്ദാനം അവരോട് പറയുക. അങ്ങോട്ട് ഇപ്പോൾ ഇവർ 21,000 രൂപ ഒറ്റയടിക്ക് ഈ പറയുന്ന 7,000-ൽ നിന്ന് ഓണറേറിയം 21,000 ആക്കണമെന്ന് പറയുന്നു. പ്രായോഗികമാണോ എന്ന് സ്വാഭാവികമായ സംശയം തോന്നാം. ന്യായമായ ആവശ്യമാണ്, പക്ഷേ പ്രായോഗികമാണോ എന്നുള്ള സംശയം ഉണ്ടാവും. പക്ഷേ എന്താണ് സംസ്ഥാന സർക്കാരിന് ചെയ്യാനാവുക എന്നുള്ള വാഗ്ദാനം അവരോട് പറയണമല്ലോ. 5 ലക്ഷം രൂപ പെൻഷനാവുമ്പോൾ കൊടുക്കണം എന്നുള്ള ആവശ്യം ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? അങ്ങനെ ഒരു ചർച്ചയ്ക്കുള്ള ഒരു പോയിന്റ് മുന്നോട്ട് വെച്ചാലല്ലേ അവിടുന്ന് പിന്നീട് ഒരു പരിഹാരത്തിലേക്ക് പോകാൻ കഴിയൂ. എനിക്ക് തോന്നുന്ന സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ ഒരു വിമുഖത ഉണ്ടായിരുന്നത് ഈ SUCI ഈ സമരത്തെ നയിക്കുന്നു, അതിൻ്റെ നേതൃത്വം തെറ്റായ മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നു, ഈ സമരക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ള ഒരു ബോധം സർക്കാരിനും ഉണ്ടാവുമല്ലോ. മാത്രമല്ല ഇത് കേന്ദ്ര സർക്കാരിന് അനുകൂലമായാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. മുമ്പ് SUCI തന്നെ യൂണിവേഴ്സിറ്റി വിഷയത്തിലൊക്കെ സ്വീകരിച്ച സമീപനം, ഗവർണർക്ക് ഒപ്പം സ്വീകരിച്ച സമീപനമൊക്കെ എല്ലാവർക്കും അറിവുള്ളതാണ്, ഇത് സർക്കാരിനും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു വിമുഖത ഈ ചർച്ചയുടെ കാര്യത്തിൽ കാണും. പക്ഷേ ഇപ്പോൾ ഈ R ചന്ദ്രശേഖരൻ ഈ കാര്യത്തിൽ കൃത്യമായ നിലപാട് തന്നെയാണ്, നമ്മളൊക്കെ ഈ പറയുന്ന നിലപാട് തന്നെയാണ് പറഞ്ഞത്. കാരണം കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യുന്നില്ലോ നിങ്ങൾ, അപ്പോൾ നമുക്ക് ഈ മുദ്രാവാക്യത്തിനൊപ്പം നിൽക്കാൻ പറ്റില്ല എന്നാണ് അവരും പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ INTUC-യുടെ ഇടപെടൽ അനുകൂലമായി, ഗുണകരമായി എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ ചർച്ചയ്ക്ക് ഒരു സാധ്യത, INTUC-യുമായി ഒരു ചർച്ചയ്ക്ക് സാധ്യതയുണ്ട്. INTUC-യും വന്നിട്ടുണ്ടല്ലോ. INTUC-യെയും SUCI-യെയും വിളിക്കാം, മറ്റ് സംഘടനകൾ, ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന സംഘടനകളെയും വിളിക്കാമെന്ന് തന്നെയാണ് ഇന്നത്തെ ആരോഗ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ ഈ പരിഹാര ചർച്ചയിലേക്ക് പോകും. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് RDX ആഗ്രഹിക്കുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നത്.